ഇന്ന് ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. പക്ഷേ കേസിൽ ആർക്കൊപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയാൻ യാതൊരു ഭയവും പേടിയുമില്ല. കേസ് ആരംഭിച്ച 2017 മുതൽ അതിജീവിത കടന്നുപോയ മാനസിക പീഡനങ്ങളെ, അതിജീവിത കടന്നുപോയ ശാരീരിക പീഡകളെ, അവൾക്ക് സമൂഹത്തിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന കല്ലേറുകളെയൊക്കെ പുറമേ നിന്നും കണ്ട ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ ഭാഗമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവൾക്കൊപ്പമാണ്. ഇരയ്ക്ക് നീതി ലഭിക്കേണ്ടതുണ്ടെന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ നടൻ ദിലീപിനെ, അതായത് 8ാം പ്രതിയെ, കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ ദിലീപിന്റെ പേര് പ്രതിപട്ടികയിൽ വരികയും ദിലീപുമായി ബന്ധപ്പെട്ട് വിചാരണ നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ കൃത്യമായി ഈ ഗൂഢാലോചന തെളിയിക്കപ്പെടുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. ആ സംശയം സത്യമായിരുന്നുവെന്നും ദിലീപ് ഈ ക്രിമിനൽ ഒഫൻസിൽ നടത്തിയ ഗൂഢാലോചന തെളിയിക്കാനും പ്രോസിക്യൂഷന് സാധിക്കാതെ വരുന്നു. മലയാളികൾ വളരെയധികം സ്നേഹിച്ച വ്യക്തിയായിരുന്നു ദിലീപ്. തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ എന്ന ഒരു ഇമേജ് നൽകിക്കൊണ്ട്, ജനപ്രിയ നായകൻ എന്നൊരു പേര് ചാർത്തി കൊടുത്തുകൊണ്ട് വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു നടിയെ ആക്രമിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്ത് ആദ്യമായി തന്നെ കൊട്ടേഷൻ നൽകിക്കൊണ്ട് ബലാത്സംഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്കൊരു ക്രിമിനലാണോ ഇയാളെന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു ക്രിമിനലാണ് ദിലീപ് എന്നൊരു ബോധ്യത്തിലേക്ക് ആളുകൾ വന്ന് അതിനുശേഷം 8 വർഷത്തോളം നീണ്ടു നിന്ന വിചാരണ, എത്രയോ പ്രതികളെയും സാക്ഷികളെയും അതുപോലെ തന്നെ തെളിവുകളും ഒക്കെ ഹാജരാക്കിയിട്ടും ദിലീപ് കുറ്റവിമുക്തനാവുന്നു. എന്തായാലും കോടതി വിധിയുടെ പൂർണ്ണ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. അതിജീവിത അപ്പീലിന് പോകാനുള്ള സാധ്യതകളുണ്ട്. ഈ ഘട്ടത്തിൽ ദിലീപ് പ്രാഥമികമായ ഘട്ടത്തിൽ 8-9 വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു വലിയ കരിയർ തകർച്ചയ്ക്ക് ശേഷം ഇനി അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകമാണെന്ന് പറയേണ്ടി വരും. ദിലീപ് എന്നൊരു നടനെ വളരെയധികം ആസ്വദിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഈ വിഷയത്തിൽ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷേ ഏതൊരു സാധാരണക്കാരനും വലിയ സ്വപ്നങ്ങൾ കാണാമെന്നും അത് യാഥാർത്ഥ്യമാക്കാമെന്നും തെളിയിച്ച താരമായിരുന്നു ദിലീപ്. വിറ്റും അല്ലറ ചില മിമിക്രിയും ഒക്കെയായി കഴിഞ്ഞിരുന്ന വളരെ മെലിഞ്ഞ് എല്ലും തോലുമായിരുന്ന ചെറുപ്പക്കാരൻ 80കളുടെയൊക്കെ അവസാനത്തിൽ ആലുവയിൽ നിന്ന് വന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു പേരായ ഒരാൾ, ആലുവയ്ക്കടുത്ത എടവൻകാട് എന്ന സ്ഥലത്ത് പത്മനാഭൻ പിള്ളയുടെയും സരോജത്തിൻ്റെയും മകനായി ജനിച്ച ഒരാൾ, വളരെ നല്ല സാമ്പത്തിക ശേഷിയുള്ള പ്രമാണികളായ കുടുംബം, അച്ഛൻ്റെ മദ്യപാനം മൂലം വലിയ സാമ്പത്തിക പരാധീനതകളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ സ്വന്തമായി അധ്വാനിച്ച് നെപ്പോക്കിഡല്ലാതെ സിനിമയിലേക്ക് പ്രവേശിച്ചൊരു വ്യക്തിയാണ്. സംവിധായകൻ കമലിന്റെ സഹസംവിധായകനായി സിനിമാ ലോകത്ത് പ്രവേശിച്ച ദിലീപ് എന്നോടിഷ്ടം കൂടാമോ പോലുള്ള ചിത്രങ്ങളിലൂടെയാണ് അഭിനേതാവായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. നായകനാകാൻ വേണ്ട സൗന്ദര്യ സങ്കല്പമോ ആകാര വഴിവോ ഒന്നും ആ കാലഘട്ടത്തിൽ ദിലീപിനില്ലായിരുന്നിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അടുത്ത വീട്ടിലെ പയ്യൻ എന്നൊരു ഇമേജിലൂടെ കുടുംബ പ്രേക്ഷകരുടെ, കുട്ടികളുടെയൊക്കെ മനസ്സിൽ വേഗത്തിൽ ദിലീപ് ഇടം നേടി. അങ്ങനെ വളരുകയും പടർന്നു പന്തലിക്കുകയും പിന്നീട് മലയാള സിനിമയിലെ മുടിചൂടാ മന്നനാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മറുനാടൻ സ്പെഷ്യൽ ചാനലിൽ അഡ്വക്കേറ്റ് ജയശങ്കർ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നത്, സാധാരണക്കാരനായ ഒരു വ്യക്തിയിൽ നിന്നും ദിലീപ് എന്ന് പറയുന്ന വലിയൊരു മാഫിയ ഡോൺ എന്ന തരത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. മലയാള സിനിമയിലെ പ്രൊഡക്ഷനിൽ, മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ തിയേറ്റർ ഓണേഴ്സിൻ്റെ ഇടയിൽ, ഡിസ്ട്രിബ്യൂഷനുകാരുടെ ഇടയിലൊക്കെ ദിലീപിനുണ്ടായി വന്ന സ്വാധീനം, അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ തല്ലിത്താഴയിടുകയും നിരവധി ആളുകളെ കൈപിടിച്ച് കയറ്റുകയും ഒക്കെ ചെയ്ത ദിലീപിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. എന്തായാലും മഞ്ജുവാര്യരെ വിവാഹം കഴിക്കുകയും പോകവെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ നല്ലൊരു ഗ്രാഫ് ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്താണ് 2017 ഫെബ്രുവരി 17 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഷൂട്ടിങ്ങിനായി തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയിൽ നടി ആക്രമിക്കപ്പെടുന്നു. കൊട്ടേഷൻ പ്രകാരം അവരെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യം പകർത്തിയെന്ന കേസ് വരുന്നു. സംഭവം ഉണ്ടായി തൊട്ടടുത്ത ദിവസത്തിൽ തന്നെ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ പോലീസിന്റെ പിടിയിലാവുന്നു. ഒരു ഘട്ടത്തിൽ, അതായത് ഈ കേസ് നടക്കുന്ന പ്രാഥമിക ഘട്ടത്തിൽ ഒരുപക്ഷെ ഒതുങ്ങി പോകാമായിരുന്നു, നിരവധി ആളുകളുടെ സ്വാധീനം കൊണ്ട് ഇല്ലാതെയാകാമായിരുന്ന കേസിന് PT തോമസ് MLA അടക്കമുള്ള ആളുകളുടെ പിന്തുണയോടുകൂടി അതിജീവിത വളരെ ധൈര്യസമേതം തനിക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ ദിലീപിലേക്ക് ഈ കേസ് എത്തുന്നുണ്ട്. അത് മഞ്ജുവാര്യർ ഒരു പ്രസംഗം മുതൽ ആരംഭിക്കുന്ന ഒരു വലിയ ചരിത്രമുണ്ട് അതിന്. ഇതിൽ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിനൊടുവിൽ ജൂലൈയിൽ നടൻ ദിലീപ് അറസ്റ്റിലാവുന്നു. 2017 ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ജനപ്രിയ നായകൻ എന്ന അദ്ദേഹത്തിന്റെ ഇമേജിന് ഇത് കനത്ത തിരിച്ചടിയാവുന്നു. 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കർശന വ്യവസ്ഥകളോടെ ജാമ്യം ലഭിക്കുന്നുണ്ട്. ജനപ്രിയനല്ലാതെയാവുന്ന നായകനായാണ് പിന്നീട് നമ്മൾ കാണുന്നത്. കോടതി ഇപ്പോൾ വെറുതെ വിട്ടെങ്കിലും ദിലീപിനെ ജനം ശിക്ഷിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ദിലീപിന്റെ പ്രേക്ഷകരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളും ഒക്കെയായിരുന്നു. അവർക്ക് നടൻ എന്ന ദിലീപിനെ വേണ്ടാതെ, അല്ലെങ്കിൽ അവർ കൈവിട്ടു.
നടി ആക്രമണത്തിന് ഇരയായതിനു ശേഷം ദിലീപിന്റെ ചിത്രങ്ങൾ മിക്കവയും പൊട്ടിത്തകരുകയാണ് ബോക്സ് ഓഫീസിലുണ്ടായത്. കോടികൾ അയാൾക്ക് കേസിലടക്കം നഷ്ടമായി. താരസിംഹാസനം ഒലിച്ചുപോയി. അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഒരു തരത്തിലുള്ള സ്വാധീനങ്ങളും ഏൽക്കാതെ ഈ പല്ലുകൊഴിഞ്ഞുപോയ സിംഹത്തെ പോലെയായിരുന്നു യഥാർത്ഥത്തിൽ ദിലീപ്. എന്തായാലും ബിസിനസ് തകർന്നു. പാരവെച്ച മുഴുവൻ നടന്മാരും പടർന്നു പന്തലിച്ചു. ഇതിലും വലിയ ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കാനില്ല. എന്തായാലും ജാമ്യം ലഭിച്ചതിന് ശേഷം റിലീസായ ആദ്യ ചിത്രമായ രാമലീല മാത്രമാണ് ദിലീപിന് ഒരു ആശ്വാസമായി വന്നത്. കേസിന്റെ പേരിൽ സിനിമയെ കൈവിടരുതെന്ന് സംവിധായകൻ അരുൺ ഗോപി നടത്തിയ അഭ്യർത്ഥനയും ചിത്രത്തിന് ലഭിച്ച മികച്ച പ്രതികരണവും ബോക്സ് ഓഫീസിൽ രാമലീലയെ വിജയിപ്പിച്ചു. എന്നാൽ ഈ ചിത്രം ദിലീപിന്റെ കരിയറിലെ അവസാനത്തെ ഹിറ്റ് മാത്രമായിരുന്നു. തുടർന്ന് പുറത്തിറങ്ങിയ സിനിമകളെല്ലാം പ്രേക്ഷകർ വേണ്ടത്ര സ്വീകരിച്ചില്ല. കമാരസംഭവം, ജാക്ക് ആൻഡ് ഡാനിയേൽ, മൈസാൻഡ, കേശു വീടിന്റെ നാഥൻ, വോയിസ് ഓഫ് സത്യനാഥൻ, ബാന്ദ്ര, തങ്കമണി, പവി കെയർടേക്കർ, പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്നിങ്ങനെ വിവിധ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ദിലീപ് ഇങ്ങനെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും അതൊക്കെ വെറും ചീപ്പ് കോമഡി ഷോകൾ പോലെ ആളുകൾ തള്ളിക്കളഞ്ഞു. സ്ഥിരം ഞാൻ പറഞ്ഞ പോലെ വീട്ടമ്മമാരും കുട്ടികളും ഉൾപ്പെടുന്ന പ്രേക്ഷകർ, കുടുംബ സദസ്സുകളിലും ദിലീപിനെ പൂർണ്ണമായും ഒഴിവാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ദിലീപ് എന്ന് പറയുന്ന നടൻ ഈ കേസിൽ ബന്ധപ്പെട്ട് പോയതും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സെലക്ഷനുകളും പണ്ടേ 80കളിൽ പറഞ്ഞു തകർന്നു വീണ കോമഡികൾ, അതേ കോമഡികൾ വീണ്ടും 2025 ആവർത്തിച്ചതിൻ്റെ ആവർത്തന വിരസതയും ഒക്കെ തന്നെയാണ്. അതിലൊന്നും യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത തരത്തിൽ കോമഡികൾ പറഞ്ഞാൽ തൻ്റെ കൂടെയുള്ളവർ കൈയടിക്കും എന്നൊരു വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായത് സിനിമാ വ്യവസായത്തിൽ അദ്ദേഹം ഇപ്പോഴും ശക്തമായ സ്വാധീനമുള്ള വ്യക്തിയൊക്കെ തുടരുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് കളക്ഷൻ ഉറപ്പായിരുന്ന ജനപ്രിയ നായകൻ എന്ന പദവി ദിലീപിന് പൂർണ്ണമായും നഷ്ടമായിട്ടുണ്ട്. നീണ്ട നിയമ പോരാട്ടങ്ങളും പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങളും ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്തായാലും സിനിമകൾ തിയേറ്ററുകളിൽ പ്രതീക്ഷിച്ച വിജയം നേടുന്നതിൽ തുടർച്ചയായി പരാജയപ്പെടുന്നതിലൂടെ നടിയെ ആക്രമിച്ച കേസ് ദിലീപിന്റെ താരമൂല്യത്തിന് വലിയ തകർച്ചയും ഉണ്ടാക്കിക്കൊടുത്തു. ഇന്ന് കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം മുൻ ഭാര്യയ്ക്കെതിരെയും നടൻ ദിലീപ് പ്രതികരണവുമായി വന്നു. മഞ്ജുവിനെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ദിലീപ് സംസാരിക്കുന്നത്. തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് മഞ്ജുവിന്റെ പ്രസംഗത്തിൽ നിന്നാണ് ദിലീപ് എടുത്തു പറയുന്നുണ്ട്. അതായത് ദിലീപിന്റെ അടുത്ത നോട്ടപ്പുള്ളി ഇനി മഞ്ജു ആണോ എന്നും പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. മഞ്ജു പറഞ്ഞതിന് പിന്നാലെ അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥരും അവർ തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരുമാണ് കേസുണ്ടാക്കിയതെന്നും താനാണ് യഥാർത്ഥത്തിൽ ഗൂഢാലോചനയ്ക്ക് ഇരയായതെന്നും ഒക്കെ ദിലീപ് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോഴും ഇവിടെ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. എന്തിനാണ് ഈ സാധാരണക്കാരിയായ ഒരു നടിയെ, സിനിമകളിൽ ഇഷ്ടപ്പെടുകയും അഭിനയിക്കുകയും ഒക്കെ ആ സമയത്ത് തിളങ്ങി നിന്നൊരു നടിയെ 6 പേർ ചേർന്ന് കൂട്ടമായി ഇങ്ങനെ ആക്രമിച്ചത്, ലൈംഗികമായി ഉപദ്രവിച്ചത്, എത്രയോ വണ്ടികൾ മാറിക്കയറി കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഇത്തരത്തിലൊരു ക്രിമിനൽ ഒഫൻസ് അവർ നടത്തി എന്നൊരു ചോദ്യത്തിന് അതിന് പിന്നിൽ കേവലം പൾസർ സുനി എന്ന് പറയുന്ന ഒരാളുടെ തലച്ചോറ് മാത്രമാണോ പ്രവർത്തിച്ചത്? അതിന് പിന്നിൽ വലിയൊരാളില്ലേ? അപ്പോൾ പൾസർ സുനി പറഞ്ഞ ആ മാഡം ആരാണ് എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ ബാക്കിയാവുന്നുണ്ട്. എന്തായാലും ഇനി ഇറങ്ങാൻ പോകുന്ന ദിലീപിന്റെ പുതിയ സിനിമ ഭ ഭ ഭ ഇറങ്ങാൻ പോവുകയാണ്. അതെന്തായാലും സൂപ്പർ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കും. കോടതി വിധികളെ, പ്രത്യേകിച്ച് ഒരു കേസിൽ ആദ്യം വരുന്ന കോടതി വിധിയെ മാനിക്കുന്നൊരു സ്വഭാവം മലയാളികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപിന് ഇപ്പോൾ കുറ്റവിമുക്തനായി എന്നൊരു കാഴ്ചപ്പാട് മലയാളികൾക്ക് വന്നാൽ വീണ്ടും ദിലീപിന്റെ പട്ടാഭിഷേകം തന്നെയായിരിക്കും ഇനി നടക്കുക.